എന്റെ അമ്മേ. ഓ പതുക്കെ തടപടാ എന്റെ അമ്മേ. മത്തായി ചേട്ടാ, 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതിനെ ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും. മത്തായിച്ചൻ പെരുവഴിയിലും ആവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലുണ്ട് ഞാനൊരു കൊലപാതകയാവും. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുമെന്ന്? ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ല എന്ന് വെച്ചാ. മത്തായിച്ച, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവന് അവകാശം സ്ഥാപിക്കും. മത്തായിച്ചേട്ടാ, ഞാൻ വാടക വന്നിട്ട് താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചേട്ടാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാ നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ. ഇനി നീ ഒപ്പിടും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ഒരു പാട്ട് കേട്ടോ. പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ. ദാ ഇവിടെ. പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പം സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ഇതളവ്, ഇതളവ്. ഒപ്പിടാ, ഒപ്പിടാ ചക്ക. വരുന്ന അടുത്തത്. ഹലോ, ഉർമിസ്തഫ സാറല്ലേ? അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോയി കൊല്ലോ? സാറേ, എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ. ഏതടാ ഈ നാറി? ആര്? ഉർമിസ്തംബാൻ. നിനക്കറിയോ? എന്താ? പിന്നെ ഉറുമീസ്തംബ സാറല്ലേ? സാറ് കിടപ്പാണല്ല. അയ്യോ, കിടപ്പായോ? എന്താ അസുഖം? എന്താ അസുഖം? ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ. സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ചെമ്മീൻ വർഗീസ് വന്നെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിയൊന്ന് കാണണം. വളരെ സീരിയസാ. സീരിയസ് ആണല്ലേ? എന്നാ അതേക്കിരി. അല്ല സാറേ, ആര് ചത്തെന്നാ പറഞ്ഞത്? ആരും ചത്തിലിടും, താനൊന്ന് വിളിച്ചാ മതി. ചത്തിട്ടില്ലല്ലേ? സീരിയസ് ആണ്. ആർക്കാ സീരിയസ്? സീരിയസോ? ആർക്ക്? എന്താടോ ഇത്? നിങ്ങളല്ലേ പറഞ്ഞ സീരിയസ് ആണെന്ന്? ഏയ്, സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാതിരാത്രിക്ക് തന്നെ വന്നത്. ഫോൺ ചെയ്തപ്പോഴോ? എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ. തനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്നാൽ ഇയാളായിരിക്കും. കാണാത്ത പറഞ്ഞാലല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാം. സാർ ഇനി ഒപ്പിടുകയേ വേണ്ടു. ഇനിയും താമസിച്ച എന്റെ ചെമ്മീൻ ചീഞ്ഞു പോകും സാർ. താൻ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒപ്പിട്ട് തരാം. മോള് പോയി ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് ഡാഡി. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ഉർവശി ദിനേശ്, മത്തായി ചേട്ടനുണ്ടോ അവിടെ? ആര്? മത്തായി, മത്തായി. എടാ മത്തായി. എന്താ സാറേ? നിനക്കാ ഫോൺ? എനിക്കോ? ഹലോ ഹലോ, മത്തായാണ്. കാട്ടുകുതിരക്ക് എന്താ പറയറ്റ്? കാട്ടുകുതിര? സൂര്യസോമന കാട്ടുകുതിര. ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത്? ഒരു സ്കൂട്ടർ പോരെ? സ്കൂട്ടറോ? പുതിയതായിരിക്കും അല്ലേ? ഓട്ടോ ഉള്ളതാണോ? പിന്നെ നല്ല ഓട്ടോ അല്ലേ? എന്നാലേ 30-ാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം. ഒഴിവുണ്ടാവോ? 30-ാം തീയതിയാ? അത് തിങ്കളാഴ്ചയാണല്ല. ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ്. അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് സാറിനോട് ചോദിക്കണം. എന്താടോ? എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചത്തേക്ക് ആക്കാൻ പറ്റുമോ? എന്തിനാ? ഹലോ, എന്തിനാണ്? ഒരു കളി തരായിരുന്നു സാറേ. ഒരു കളി തരാമെന്ന് വെച്ചിട്ട് പോടോ. എടി മറിയേ,
അതാരായിരിക്കും? ഏത്? ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു. ദേ ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് തരുത്. എവിടെ പോടോ? ഓ. ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകണേ. സാർ ലഡ്ഡു. സാർ ലഡ്ഡു. ബാങ്കിലെ മനുഷ്യർക്ക് നോക്കിയിട്ട് വേണം കേട്ടോ. അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ. ആ പെണ്ണെന്താ അവിടെ കയറി ഇരിക്കുന്നേ? ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നെന്ന്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എടോ ആ പെണ്ണെന്തിനാ അവിടെ കയറി ഇരിക്കുന്നെന്ന്? അതിവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തു? ഇന്ന് രാവിലെ. ആരോട് ചോദിച്ചിട്ട്? എടോ ആരോട് ചോദിച്ചിട്ട്? വൃത്തിയാണ് കാണിക്കുന്നത്. വൃത്തി കാണിച്ച് നിങ്ങളാ? എന്താ കാണിച്ചു തരാം. സാർ ലഡ്ഡു. എന്തോ തന്നെ ലഡ്ഡു? റാണി സാർ ജോയിൻ ചെയ്തതിന്റെ ലഡ്ഡു കൊണ്ട് കൂടെ ഓർന്നു. നീ അപ്പൊ മധുരം കൊടുത്ത് ഇവിടെ എല്ലാരും മയക്കി വെച്ചേക്കല്ലേ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. നിന്നെ മാത്രമല്ല ഒരുത്തനെ. താൻ ആ മാനേജർ എങ്ങനെ പോയി ചോദിക്കും? ചോദിച്ചോളാം. ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം. ചോദിപ്പിച്ചോളാം. തോന്നിവാസം കാണിക്കാനാണ് സാർ ഈ കസേര കയറിയിരിക്കുന്നത്. എന്താ പ്രശ്നം? എന്റെ ജോലി ആ പെണ്ണിനോട് സാറിന് ആരാ അധികാരം തന്നത്? നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലേ? പിന്നെ ചെയ്തതൊക്കെ എന്താ? വ്യക്തമായി സീനിയോറിറ്റിയുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അവിഹിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ്. ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല. എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട്. ഇത് നിന്റെ ലെറ്റർ അല്ലേ? എന്റെ ലെറ്ററോ? എന്ത് ലെറ്റർ? ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ. അങ്ങനെ ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ നിന്റെ കയ്യൊപ്പിതിൽ എങ്ങനെ വന്നു? നോക്ക്, നിന്റെ ഒപ്പല്ലേ ഇത്? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം അയ്യോ, ആരാ പാടുന്നത്? പാടുന്നത് ഒപ്പിട. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഒപ്പ് എന്റേതല്ലെന്ന് ഞാൻ വാദിക്കും. ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണെന്ന് ഞാൻ തെളിയിക്കും. തെളിയിക്കും. ഞാൻ തരില്ല. അതിങ്ങോട്ട് തരണാണെന്ന് നിനക്ക് നല്ല ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട, തെളിവല്ലേ? എന്നാ തെളിവ് ഒറ്റടി മഹാഭാവി. തെളിയിക്കൊന്നല്ലേ പറഞ്ഞ? തെളിയിക്കേ. എന്നാ തെളിവ് ജോസഫേ, ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങോട്ട് ഓടിവാ. മര്യാദയ്ക്ക് കടലാസ് കൊണ്ട് തരണാണ് എനിക്ക് നല്ലത്. ഇടിച്ച നിന്റെ അവനോട് പേപ്പർ മേടിക്ക്, അവനോട് കടലാസ് മേടിക്കും. ജീവൻ പോലും തരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞില്ലേ? അവന്റെ വായി തോണ്ടി പുറത്തിരിക്കണ തുപ്പടാ. തുപ്പാനല്ലോ പറഞ്ഞു എന്നോട്. ദൈവമേ തൊലച്ചോ. സാറേ, ഇവന് ഇപ്പൊ തന്നെ കൊണ്ട് വയറിളക്കാൻ മതി, സാധനം കൈ കിട്ടും. പോണാവുന്നു. മിസ്റ്റർ ബാലകൃഷ്ണൻ, ഒന്നും പറയണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് കോടതി വെച്ച് സംസാരിക്കാം. എന്നെ കുഴപ്പിക്കരുത്. കുഴപ്പിക്കും. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്കതാ. അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിന്നെ കാണിച്ചു തരാം. അതിനുമുമ്പ് എനിക്ക് വേറൊരുത്തനെ കാണാനുണ്ട്. നിനക്ക് ലെറ്റർ എന്ന പട്ടിയെ. എന്റെ അമ്മ എന്നെ കൊല്ലാൻ വരുന്നേ. കൊല്ലാൻ വരുന്നേ. നീ എങ്ങനെ രക്ഷപ്പെടുള്ളൂ? എന്താണ് കാര്യം? ഒന്നും ഇതിനെ
ഒപ്പിക്കാൻ. എന്താ പ്രശ്നം? ചേട്ടാ, എന്റെ ചോറിനവൻ പാല വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചല്ലേ വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്? എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തു. ഇവൻ ഈ തെണ്ടി. ബാലകൃഷ്ണൻ, നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ ചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാൻ വിടുന്നതേ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല. ഒരു ദിവസമെങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ പിന്നെ പറയാം. കാണിച്ചു തരാനാ, കാണിച്ചു തരാൻ. ഞാൻ ഒരു ഒറ്റ ഇടിയ വെച്ചുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ, നിനക്ക് വല്ലതും പറ്റിയ? ഹേയ്, പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. നിന്നിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത്. അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത്. അയാളുടെ ലെറ്റർ ഞാൻ കൊണ്ടു തന്നല്ലേ, അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? അതിപ്പോ ആരോർത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അവൻ ആ കടലാസ് മെഴുകി കളഞ്ഞില്ലേ? അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നത്. സാറെന്തിനാ അയാളെ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്ക് അതിനെപ്പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത്. 4-5 വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത്. ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു. ഇപ്പൊ അവസാനത്തെ ആളാണ് നീ. ഇനിയിപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണാണ് നല്ലത്. ഞാനെന്തിനാ വിട്ടുകൊടുക്കുന്നത്? കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടാ ഞാൻ വന്ന് ജോയിൻ ചെയ്തത്. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ. അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂഴ്ത്തി വെച്ചിട്ടാ. അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട. നീട്ടി വലിച്ച് 4 വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാൽ മതി. പിന്നെ നിന്റെ കസേരയും കാണില്ല, എന്റെ കസേരയും കാണില്ല. നീ ഒരു പെണ്ണല്ലേ, മേനകയുടെ വംശത്തിൽ പറഞ്ഞോള്. അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി. കൊള്ളാം. അപ്പോ രണ്ടുപേരൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ? കൊള്ളാം. ബാലകൃഷ്ണൻ, ഓഫീസറൊക്കെ ഓഫീസിലാ, പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താ. എങ്കിൽ പിന്നെ രണ്ടുപേർക്കൂടെ കൈ ഓർത്ത് പിടിച്ചൊരു പ്രേമാനവും പാടായിരുന്നല്ലോ. താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ. വേണ്ട, ആ വക സോപ്പൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ. ദേ, തോളത്ത് കയറിയും ചെവി അടിക്കരുത്. അവസാനമായി ഞാൻ സാറിന്റെ അടുത്ത് പറയാം, 3 ദിവസം കൂടി സാറിന് അവധി വരും. 3 ദിവസം. അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും. റിട്ടയർമെന്റ് വരെ നോക്കിക്കോ. അയ്യേ, സാറിന് നാണമില്ലേ സാർ? ഒരു വക അൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ളൊരു പെണ്ണിന്റെ കൂടെ. വൃത്തിയേട്. അങ്കിളേ, അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ? ഓ, അതൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. വെറുതെ അല്ല, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. ആ തമാശ അല്ലെന്നേ, കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. അമ്മാവോ, ഓ നിന്നേ, നമുക്ക് പറഞ്ഞോട്ടെ. എത്ര കാശ് വേണമെങ്കിലും മുടക്കാം. ആ
പെണ്ണ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാന്ന്. അങ്ങനെ നീ ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടണ്ട. ഇനി പറഞ്ഞിട്ടെന്താ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ? മര്യാദക്ക് നീ പോകുന്നുണ്ടോ? ഇല്ല. സത്യമായിട്ട് ആളിനെ വിളിച്ചുകൂട്ടും പറഞ്ഞേക്കാം. ആളുകളെ വിളിച്ചു കൂട്ടാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. ഇത് എന്തൊരു ശല്യമാണെന്ന് പറ. പെണ്ണ നീ ഒന്ന് പോ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും. എന്താ നിന്റെ ഉദ്ദേശം? നിനക്കിപ്പോ എന്താ വേണ്ടേ? ആ ജോലി എനിക്ക് വിട്ടുതരണം. സാധ്യമല്ല. എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും. നിന്റെ കൊഞ്ചലും കുഴയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പിഴയാണെന്ന്. നിന്നെ പോലെ അലവലാതെ പ്രേമിക്കാനും നീ പറയുന്ന പോലെ തുള്ളാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനൊക്കെ റെഡിയായി വേഷം കിട്ടിയ ഒരാൾ നടപ്പുണ്ടല്ലോ ബീച്ചില്, നിന്റെ കിളവൻ കാമുകൻ. ചെല്ലേ അങ്ങോട്ടല്ലേ. ബാലകൃഷ്ണ, ശരി, ബാലകൃഷ്ണൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ജോലിയിൽ നിന്നും ഞാൻ മാറി തന്നേക്കാം. പോരെ? പകരം ബാലകൃഷ്ണൻ എനിക്കൊരു 50,000 രൂപ തരണം. 50,000 രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം. 50,000 രൂപ? അതത്ര വലിയ സംഖ്യയൊന്നുമല്ലല്ലോ. 75,000 രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ. ബാലകൃഷ്ണൻ ആയതുകൊണ്ടാ 50,000 തന്നാ മതി ഞാൻ പറഞ്ഞത്. 50,000 പോയിട്ട് 5 പൈസ ഞാൻ തരത്തില്ല. അപ്പോ ജോലിയോട്ട് കിട്ടാനും പോകുന്നില്ല. ഇതിനു വേണ്ടി നീ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ശരി, ജോലി ഞാൻ മേടിക്കും. നോക്കിക്കോ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ലോക്കലാ? ഹലോ, കസ്തൂർബ ശരണാലയം. ഹലോ, is it 35452? യെസ്. Saraswati Amma, please. Call from Calcutta. ഹലോ, സരസ്വതി അമ്മയ്ക്ക് ഫോൺ. കൽക്കട്ടയിൽ നിന്ന് മോ വിളിക്കുന്നു. മോനെ. ആരാ? അമ്മയാണോ? ഞാനാ ഗോപാലകൃഷ്ണൻ, കൽക്കട്ടന്നാ. അമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാ. മോനെ, മോനെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാമേ, ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയാൽ അടുത്ത ഫ്ലൈറ്റ് ഞാനങ്ങ് എത്തും. പണം അയച്ചതൊക്കെ കിട്ടിയില്ലേ? കിട്ടി. വരുമ്പം കൽക്കട്ടന്ന് അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. സരസ്വതമേ, എനിക്കൊരു കാര്യം പറയാൻ കട്ടിയല്ലേ. മോനെ വെക്കല്ലേ, മേറ്റിന് എന്തോന്നോ പറയാനുണ്ടെന്ന്. ഹലോ. ഹലോ, മേട്ടൻ ചേച്ചിയാണോ? പിന്നെ കൽക്കട്ടന്ന് പോരുമ്പോഴേ കുറച്ച് കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതിപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല. കമ്പിളി പതിപ്പ് കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പതിപ്പ് മേടിച്ചോണ്ട് വരാൻ. ഹലോ. കട്ടായി പോയി. എന്ത് പോക്കത്തിലോട് താനീ പറയുന്നത്? അവർ കമ്പിളിപ്പുറപ്പേ അവിടെ നിന്ന് കാറുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടല്ലോ. ഓഹോ, ചേട്ടൻ കേട്ടാ? എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം. ബാലകൃഷ്ണനല്ലേ? വണ്ടി നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസേ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ തരൂ, പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ വരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്. എന്റെ പൈസ എടോ. ബാലകൃഷ്ണ, എവിടെ പോയി കിടക്കേണ്ടത്? ഞാൻ എവിടെ എന്റെ പൈസ തന്നോട് പറയുന്നത്. എന്റെ പൈസ ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ, നമുക്ക് നായിന്റെ സോറി, ആളെ മാറിപ്പോയതാണ്. ക്ഷമിക്കണം. ഹലോ, ഈ വണ്ടിയിലെ വന്ന് പയ്യോ തവിടുന്നേ. കയറ്റി
എന്റെ കാശിങ് തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതോ ഇതും താൻ വന്ന വണ്ടിയാ. അല്ല ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ആട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതേ ഞാൻ ചോദിക്കുന്നത്, എന്താ ഓട്ടോറിക്ഷ അവസ്ഥ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കേട്ടോ, താനിത് എവിടെ പോകുന്നു? കണ്ടൂടെ ഇതിന്റെ അകത്തേക്ക്? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണോ അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തൊന്ന് പിടിക്കാലോ, ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നോണ പറയരുത്, അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കോ. അവിടെ നിൽക്കണോ? അടുക്കരുത്. പഞ്ചായത്തെല്ലാത്തിട്ട് ഒറ്റ കുട്ടി അടുക്കരുത്. ആഫീസ് ഞാൻ അടിച്ചു പൊളിക്കണ. ജീവനെ കൊല്ലുള്ളൂ, നിന്റെ അടുക്കരുത്. ശരീരം വരും. എന്റെ സ്വന്തം ശരീരം കയറിയിട്ടില്ലല്ലോ. അത് അവിടെ നെക്കില്ല, അതിൽ തക്കെ നെക്കില്ല, അതാക്കി പഠിച്ചാല് കൗത്ത് പിടിക്കല വല കണ്ടുപോയി. രാധനായ കൊണ്ടുപോകാനാണ് കൊണ്ടുപോകും. അമ്മോ വിടാ. എന്തൊരു ശല്യമാണ് ഇത്. ആ ബാലകൃഷ്ണൻ കൊണ്ട് ഇവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായല്ലോ ഭഗവാന്. ഇങ്ങോട്ട് ഇറങ്ങി വാ ആശാനെ, ധൈര്യമായിട്ട് ഇറങ്ങി വാ. അവൻ ഇവിടെ തന്നെ കാണും. എത്രയായി മോനെ പൈസ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അവനിപ്പോ ഇവിടുന്ന് മുങ്ങോ? എവിടെ മുങ്ങിയാലും ഞാനില്ലേ, പിടിച്ചെടുത്ത് കൈ കൊണ്ടുതരും. നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലേ? എന്താ പേര്? ബാലകൃഷ്ണൻ. നല്ല പേര്. പിന്നല്ലാതെ ബാലകൃഷ്ണൻ എങ്ങാണോ ആയിരുന്നേ നാറിപ്പോയേനെ. കാണിക്കുന്നു ബാലകൃഷ്ണൻ. പോരെ. ഹംസക്കോയ, നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത്? കള്ള സ്വർണ്ണീയ എന്നെ കണ്ട് മാറിക്കളഞ്ഞു. പൈസ അവര് തമ്മിൽ അടിച്ചു തീർക്കട്ടെ. അടിച്ചു തീർക്ക്. എന്താ ബാലകൃഷ്ണ? ഒന്നുമില്ല പത്താച്ചേട്ടാ, ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും അടുത്ത സുഹൃത്താ. വളരെ നാളായി കാണുന്നതിന്റെ സ്നേഹമായത്. എന്റെ മാതാവേ, കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കുക. കംപ്ലീറ്റ് തൊലച്ചു. സമാധാനമായല്ലോ. അവരുടെ വഴക്കിന്ന് തീർന്നു പോയ